നമസ്കാരം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു യാത്രയിലാണ്. നമ്മളൊരു മരുഭൂമിയിൽ, മദ്ദാം എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു മരുഭൂമിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരം കാണാൻ വേണ്ടി വന്നതാണ്. ഉപേക്ഷിക്കപ്പെട്ട നഗരം എന്ന് പറഞ്ഞാൽ അതന്നെ ഒരുപാട് ആളുകൾ പണ്ട് താമസിച്ചിരുന്ന വീടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. വീടുണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി വന്നതാണ്. നല്ല ചൂടാണ്, ഒരു 50 ഡിഗ്രിയൊക്കെ ചൂടുണ്ട്. ഈ ചൂടത്ത് ഇങ്ങനെ നടന്ന് നമ്മൾ സ്ഥലം കാണാൻ കണ്ടോ. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ കാണാം കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ വീടിൻ്റെ മുകളിലൊക്കെ മണൽ വന്ന് വീണ് കിടക്കുകയാണ്. കണ്ടോ, വീടിൻ്റെ ഹൈറ്റ് വരെയും മണൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാനും റാഷിദും കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് വീണ്ടും കാണാൻ. അപ്പോൾ കണ്ടില്ലേ, ഓരോ വീടിൻ്റെ മുകൾ നിലയിലൊക്കെ മണൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞെങ്കിലും വേറെ രീതിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് കാലാവസ്ഥ മനസ്സിലാക്കാതെ ഈ ഭാഗത്ത് വീടുകൾ എടുത്തപ്പോൾ സംഭവിച്ചതാണെന്നും. അപ്പം മരുഭൂമിയിലെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ കാറ്റും മണലും ഒക്കെ മനസ്സിലാക്കാതെ വീടുണ്ടാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടുണ്ടോ, വീടിൻ്റെ ഉൾവശം വരെ മുകൾ വശം വരെ മണൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇത് കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാതെയാണ് ഇവർ ഈ വീടുണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ് നമ്മൾ വേറെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. കണ്ടില്ലേ, എന്താ ഫുള്ള് മണലുകൊണ്ട് ഒരു ഏരിയ മുഴുവനായിട്ട് കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു ഏകദേശം 200 മീറ്റർ അപ്പുറത്താണെങ്കിൽ റോഡാണ്, ഹൈവേ ഉണ്ട്. ഇപ്പോൾ ഹൈവേ ഉണ്ടെങ്കിലും അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ബിൽഡിംഗ് ഇല്ല താനും. ഇപ്പോൾ ഞാനും റാഷിദും കൂടി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വേറിട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കണ്ടോ, വീടിൻ്റെ മുകൾ വശമൊക്കെ ഫുള്ളായിട്ട് മണൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ്. കാറ്റ് കാരണമാണ്. തീർച്ചയായിട്ടും ഇവിടെ ഭയങ്കര കാറ്റാണ്. ഏതായാലും ഇങ്ങനൊരു നല്ലൊരു യാത്ര സംഘടിപ്പിച്ച് റാഷിദിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വ്യത്യസ്തമായ യാത്രയാണ് മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം. ചൂട് അസഹനീയമാണ്. അപ്പോൾ ഏതായാലും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.